പ്രിയ പ്രേക്ഷകർക്ക് എൻ്റെ പുറകിൽ കാണുന്ന ഈ ബോർഡൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്, ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത്. പക്ഷേ അത് കൃത്യമായിട്ട് ആളുകൾ പാലിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലൊന്നും മാലിന്യങ്ങളില്ല. പക്ഷേ കുറച്ചൊന്ന് ബേക്കിലോട്ട് പോയാൽ ഒരു മാലിന്യത്തിൻ്റെ കൂമ്പാരം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇടരുതെന്ന് പറഞ്ഞു, അവിടെ കൃത്യമായിട്ട് ഇട്ടില്ല. പക്ഷേ ഇതിൻ്റെ ബേക്ക് വശത്തേക്കൂടി പോയാൽ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫുഡ് വേസ്റ്റുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ, അങ്ങനെ പറയാൻ പറ്റാത്ത കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നിക്ഷേപിച്ചിട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ചാക്കിൽ കെട്ടിയതും ചാക്കിൽ കെട്ടാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം സിദ്ദിഖ് നഗറിൽ നിന്നും ഈ മാമാനത്തേക്ക് പോകുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ ഒരു റൂട്ട്. റോഡിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് നമുക്ക് ഇങ്ങനെ മാലിന്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ഗട്ടിൻ്റെ അപ്പുറത്തും ഇതേ രീതിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഇരിക്കൂറെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു ബോർഡ് വെച്ചതിനെ തുടർന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതിന് പകരമായിട്ട് ഒരു ക്യാമറയോ ആ ക്യാമറ ആ രീതിയിൽ സ്ഥാപിച്ചാൽ ആരാണ് ഇത് ഇടുന്നത്, ആരാണ് ഈ സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന രീതിയിലുള്ള ഈ മാലിന്യങ്ങൾ ഇവിടെ ഇടുന്നത് ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ക്യാമറ ഏറ്റവും അനിവാര്യമാണ് എന്നുള്ളത് ആദ്യം തന്നെ ഇവിടുത്തെ അധികൃതർ മനസ്സിലാക്കണം. ഒരു ബോർഡ് വെച്ചതിനെ തുടർന്ന് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കില്ല എന്ന് നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇരിക്കൂർ ഏറ്റവും കൂടുതൽ നേരിടുന്നതും ഈ മാലിന്യത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ബ്ലാത്തൂരിൽ നിന്നും കല്യാട്ടിലേക്ക് പോകുന്ന റോഡിൽ ചുങ്കസ്ഥാനത്ത് അത് മെയിൻ പാതയാണ്. ആ പാതയിലാണ് രണ്ട് സൈഡുമായിട്ട് നമ്മൾ ആദ്യം ഏജാൻറ്റ് ചാനൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാലിന്യത്തിൻ്റെ പ്രശ്നം. അതേ രീതിയിൽ അതിനെ കവച്ചു വെക്കുന്ന രീതിയിലാണ് ഈ മാമാനത്തിൽ നിന്നും സിദ്ദിഖ് നഗറിലേക്ക് പോകുന്ന വഴിയിലെ ഈ മാലിന്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തും ഒരുപാട് മാലിന്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇരിക്കൂറെ പല ഭാഗങ്ങളിലും ഈ രീതിയിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇരിക്കൂർ ടൗൺ കേന്ദ്രീകരിച്ച് ആ ഒരു പുഴയുടെ സൈഡിലായിട്ട് ഇതേ രീതിയിൽ ഇതിനെ കവച്ചു വെക്കുന്ന രീതിയിൽ തന്നെ അവിടെയും മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു. ആ മാലിന്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഇപ്പോഴും ഈ ഒരു സമയത്തും അവിടെ മാലിന്യങ്ങൾ ഉള്ളതായി കാണാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള പരിഹാരം ഈ സമയം വരെയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയാണ്. അത് കൃത്യമായി ഇടപെട്ട് അതിനുവേണ്ടിയുള്ള ഒരു മാർഗം പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ബോർഡ് വെക്കുന്നതിന് പകരം ഒരു ബോർഡ് വെക്കുന്നത് നല്ലത് തന്നെ. ആ ബോർഡ് വെച്ചതിന് തുടർന്നും ഒരു ക്യാമറയും കൂടി വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ആരാണ് ഇങ്ങനെയുള്ള മോശമായ രീതിയിൽ ഈ മാലിന്യങ്ങൾ ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഇടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു എന്താ പറയുക, ഇരിക്കൂർ ഇപ്പം വരുമ്പോൾ മാലിന്യ കൂമ്പാരമായിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമൊക്കെ തോന്നാറുണ്ട്. ഇതിന് വേണ്ട പരിഹാരങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നത് വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അത് ഇനിയെങ്കിലും കൃത്യമായിട്ട് അധികൃതർ ഇത് മനസ്സിലാക്കി അതിനുവേണ്ട നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്.